ഹായ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എനിക്കറിയാം ഒരുപാട് നാളിന് ശേഷമാണ് ഞാനൊരു ലോങ് വീഡിയോ ഇടുന്നത്. ഷോർട്സ് ആയിട്ട് ഇങ്ങനെ പോയിരുന്നു. സത്യം പറഞ്ഞാൽ ലോങ് വീഡിയോ എടുക്കാൻ ടൈം കിട്ടലില്ല. ആൻഡ് ഇപ്പം ഞാൻ കുറച്ച് മൈ യൂട്യൂബ് ചാനലായിട്ടുണ്ട്. ഓക്കെ ഫൈൻ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ വന്നിട്ട് ഞാനിപ്പോൾ ഒരു വെയിറ്റ് ലോസ് ജേർണിയിലാണ്. ഐ എം നോട്ട് അറ്റ് മൈ ഗോൾ, അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിച്ച ഒരു വെയിറ്റിലേക്ക് ഞാൻ ഇതുവരെ എത്തിയിട്ടില്ല. ആൻഡ് ഒരു വെയിറ്റ് റിഡക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഉള്ളൊരു ഭയങ്കരമായിട്ടുള്ളൊരു വെയിറ്റ് കുറയലും എനിക്ക് സംഭവിച്ചിട്ടില്ല. പക്ഷേ ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്, ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എൻ്റെ ഷോർട്സിൽ ഞാൻ എന്തൊക്കെയാണ് കഴിക്കുന്നത്, ഒരു ദിവസം ഞാൻ എന്തൊക്കെയാണ് കഴിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ അപ്ലോഡ് ചെയ്യാറ്. ആ ടൈമിൽ ഞാനത് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഇൻസ്റ്റയിലാവട്ടെ, മേ ബി യൂട്യൂബിലാവട്ടെ, ചില കമൻസ് ആയിട്ടും അല്ലെങ്കിൽ എനിക്ക് DM ആയിട്ടും എനിക്ക് മെസ്സേജസ് വരാറുള്ളത് ലൈക്ക് വെയിറ്റ് കുറയുന്നുണ്ടോ, ചെയ്തിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എന്നൊക്കെയാണ് കേട്ടോ. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് എൻ്റെ ഈ വീഡിയോ. ഓക്കെ, പിന്നെ ഈ വെയിറ്റ് എന്ന് പറയുന്നത്, ഞാൻ ആദ്യം ഒരു കാര്യം പറയാം, നമ്മൾ ഈ ഉണ്ടാക്കിയെടുത്ത ഈ വെയിറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ചധികം ടൈം എടുത്ത് നമ്മൾ കഴിച്ച് വല്ലാണ്ടൊക്കെ വന്നൊരു വെയിറ്റാണ്. എൻ്റെ ഒക്കെ പ്രകൃതി എന്ന് വെച്ചാൽ പച്ച വെള്ളം കുടിച്ചാൽ പോലും ഞാൻ തടി വയ്ക്കും, അങ്ങനത്തെ ഒരാളാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തിങ് എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഈ ഒരു വെയിറ്റ് ലോസ് ജേർണി തുടങ്ങിയിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 2 weeks, 2.5 weeks. ഇതിൻ്റെ ഇടയിൽ എനിക്ക് ചെറിയൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരുന്നു. ഒരു 2-3-4 days എൻ്റെ മോൾക്ക് സുഖമില്ലാണ്ടായ സമയത്ത് എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ ഫുഡോ എൻ്റെ കാര്യങ്ങളോ സത്യം പറഞ്ഞാൽ എനിക്ക് എന്നെ തന്നെ നോക്കാൻ ടൈം ഉണ്ടായിരുന്നില്ല. നിങ്ങൾക്കറിയാമല്ലോ, സ്വഭാവം നമ്മൾ മക്കൾക്ക് സുഖമില്ലാണ്ടാകുമ്പോൾ നമ്മളെ മറക്കുമല്ലോ. അപ്പം ഞാൻ ആ ഒരു 3-4 days ഞാൻ എൻ്റെ ഹെൽത്ത് നോക്കിയിട്ടേ ഉണ്ടായിരുന്നില്ല. എൻ്റെ വെയിറ്റ് ലോസ് ജേർണിയും ഞാനുമായിട്ട് ഒരേ ടച്ചും ഉണ്ടായിരുന്നില്ല, ടു ബി വെരി ഫ്രാങ്ക്. പക്ഷേ അതിനുശേഷം ഈ ഒരു ദിവസം വരെ ഞാൻ വലിയ കുഴപ്പമില്ലാണ്ട് എൻ്റെ വെയിറ്റ് ലോസ് ജേർണി കൊണ്ടുപോകുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഫസ്റ്റ് തിങ് ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ഷുഗർ കട്ട്. ദാറ്റ് ഈസ് എ വെരി വെരി വേഴ്സ്റ്റ് തിങ് ഇൻ മൈ ലൈഫ്. എനിക്ക് ഷുഗർ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് സംതിങ് ഐ കനോട്ട് ലീവ് വിത്ത്. എനിക്ക് മധുരം അല്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. ടു ബി ഫ്രാങ്ക്, ഞാൻ ഉണ്ടാക്കുന്ന ചായയൊക്കെ എല്ലാവരും പറയാം, എൻ്റെ മദറിലോ ആവട്ടെ എൻ്റെ മദറാവട്ടെ എല്ലാവരും പറയാം തേനൊഴിച്ച് കുടിക്കും. തേൻ എങ്ങനെ ഇരിക്കും അതുപോലെ ഇരിക്കും എൻ്റെ ചായയൊക്കെ ഉണ്ടാവുക. ഞാൻ അത്രയും ഷുഗർ അഡിക്റ്റാണ്. എനിക്ക് ഷുഗർ എന്ന് വെച്ചാൽ സ്പൈസി എനിക്ക് പറ്റത്തില്ല, പക്ഷേ ഷുഗർ ഈസ് സംതിങ് ഐ റിയലി ലവ്. എനിക്കതില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല. അങ്ങനത്തെ എനിക്കറിയാം ഇതെന്തായാലും ഞാനിങ്ങനെ കുറച്ച് കൊണ്ടുവരുന്ന പറഞ്ഞാൽ എനിക്ക് ഷുഗർ കുറച്ച് കൊണ്ടുവരുന്നത് നടക്കൂല, ബിക്കോസ് ഞാൻ ആ ടൈപ്പല്ല. സോ ഐ ഡിസൈഡഡ് വൺ തിങ്. ഒരു ദിവസം രാത്രി ഞാൻ തീരുമാനിച്ചു, ഇനി ഞാൻ എൻ്റെ ജീവിതത്തിലല്ല കുറച്ച് കൂടിപ്പോയല്ലോ, ഈ ഒരു ജേർണി, എൻ്റെ ഒരു വെയിറ്റ് ലോസ് ജേർണി കുറച്ചാവുന്നത് വരെ ഞാൻ ഷുഗർ കഴിക്കൂല, അല്ലെങ്കിൽ ഒരു 1 month ഞാൻ ഷുഗർ കഴിക്കൂല ഞാൻ തീരുമാനിച്ചു. ആൻഡ് ദ ഫാക്ട് ഈസ് ദാറ്റ് ആ ഒരു തീരുമാനം ഞാൻ എടുത്തതിന് ശേഷം, ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു 3-4 ദിവസം എനിക്കൊരു ഗ്യാപ്പ് വന്നു. ആ സമയത്ത് ഞാൻ ആകെ കൺസ്യൂം ചെയ്തൊരു ഷുഗർ എന്ന് പറഞ്ഞ പായസമാണ്. അതിൽ അത്യാവശ്യം കാലറി ഉണ്ടെന്ന് എനിക്കറിയാം, പക്ഷേ അത് നമ്മുടെ ഓണത്തിൻ്റെ സമയമായതുകൊണ്ടും നമുക്ക് ഒരുപാട് പായസങ്ങൾ അവിടെ നിന്ന് വിടുന്നു, നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്നതുകൊണ്ടും നമ്മളത് കുടിക്കുമല്ലോ, സ്വാഭാവികമാണ്. ആ ഒരു പായസം അല്ലാണ്ട് വേറെ ഒരു ഷുഗറും ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. ഓൾമോസ്റ്റ് 2.5 weeks ആയി ഞാൻ ഇതുവരെ ഷുഗർ കൺസ്യൂം ചെയ്തിട്ടില്ല. അതിൽ ഞാൻ ആ കാര്യം ഞാൻ തന്നെ ആയിരിക്കും, അനീസ യു ആർ ഡൺ എ വെരി ഗുഡ് ജോബ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്, ടു ബി വെരി ഫ്രാങ്ക്. കാരണം എനിക്ക് എൻ്റെ ലൈഫിൽ ഇല്ലാതെ എനിക്ക് പറ്റൂല എന്ന് തോന്നിയൊരു കാര്യമാണ് ഷുഗർ. അത് ഞാൻ ഒറ്റയടിക്ക് ഒഴിവാക്കുക ചെയ്തത്. പക്ഷേ പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, പലരുടെ വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഈ ഷുഗർ ഒറ്റയടിക്ക് ഒഴിവാക്കിയാൽ നമുക്ക് ഡിപ്രഷൻ വരും, അങ്ങനെയൊക്കെ വരും എന്നുള്ള സംഭവം. പക്ഷേ എനിക്കെന്താണെന്നറിയില്ല, അങ്ങനത്തെ ഒരു സംഭവം എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. നമ്മളെ മൈൻഡിലുണ്ട്, ഓക്കെ നിങ്ങൾ തടി കുറച്ചാൽ നല്ലതാണ് എന്നൊരു സംഭവം നമ്മുടെ മൈൻഡിലുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല അതൊക്കെ നമ്മൾ ബോധർ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് അങ്ങനെ ഒരു ഷുഗർ ക്രേവിങ്സോ കാര്യങ്ങളോ ഒന്നും എനിക്ക് വന്നിട്ടുമില്ല, വരലുമില്ല, ടു ബി ഫ്രാങ്ക്. ഇനി ഇൻ കേസ് എനിക്ക് അങ്ങനെ ഒരു ഷുഗർ ക്രേവിങ്സ് വരികയാണെങ്കിൽ ഞാൻ വലിയ ജീരകല്ലേ അത് കുറച്ച് കഴിക്കും. അപ്പം എനിക്ക് ആ ഷുഗർ ക്രേവിങ്സ് ഒതുങ്ങിയ പോലെ ഫീലിംഗ്. പിന്നെ വാട്ടർമെലൺ, ഞാൻ വാട്ടർമെലൺ വീട്ടിൽ കൊണ്ടുപോയിക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് വാട്ടർമെലൺ. ഈ വാട്ടർമെലൺ കഴിക്കുമ്പോൾ തന്നെ എൻ്റെ ആ ഷുഗർ ക്രേവിങ്സ് ഇങ്ങനെ എങ്ങോട്ടോ പറഞ്ഞു പോകും, ടു ബി വെരി ഫ്രാങ്ക്. എനിക്ക് ഷുഗർ ക്രേവിങ്സ് അങ്ങനെ വന്നിട്ടില്ല. ഇനി വരുന്ന സിറ്റുവേഷനിൽ ഞാൻ എടുക്കുന്ന 2 സാധനമാണിത്, വാട്ടർമെലൺ ആൻഡ് വലിയ ജീരകം. ഓക്കെ, ഇത് രണ്ടും
എനിക്ക് എന്നെ നല്ലോണം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഷുഗർ ക്രേവിങ്സ് കുറയ്ക്കാൻ. ഞാൻ ആദ്യം പറയാം, എനിക്ക് അങ്ങനെ ഒരു ഷുഗർ ക്രേവിങ്സ് വരലില്ല. ഇൻ കേസ് വന്ന ഒരു ടൈം 1-2 പ്രാവശ്യം എനിക്ക് അത് വന്നിട്ടുള്ളൂ. അങ്ങനെ വന്ന ടൈമിൽ ഞാൻ ഇതൊക്കെ കഴിച്ചിട്ടാണ് എൻ്റെ ഷുഗർ ക്രേവിങ്സ് കൺട്രോൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ആദ്യം പറയാം, എൻ്റെതൊരു പ്രോപ്പർ ഡയറ്റ് അല്ല. ഞാനൊരു ന്യൂട്രീഷനിസ്റ്റ് അല്ല, ഒരു ഡയറ്റീഷ്യൻ അല്ല. ആൻഡ് ഈ ഡയറ്റിനെ പറ്റി ഒരു കാര്യം എനിക്കറിയില്ല. ഞാൻ എൻ്റെതായ രീതിയിലാണ് ഈ ഡയറ്റ് എടുക്കുന്നത്. ഞാൻ ഈ റൈസ് ഐറ്റംസ് ഒക്കെ കുറച്ചിട്ടുണ്ട്. മാക്സിമം പൊതുവെ ഞാൻ ചോറ് കഴിക്കില്ല. ഇപ്പം ഞാൻ പൊതുവെ റൈസ് ഐറ്റംസ് കുറച്ചു. ഇപ്പോൾ ദോശ അങ്ങനത്തൊക്കെ ഞാൻ കുറച്ച്. പക്ഷേ ഉഴുന്ന് ദോശ എനിക്ക് ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാനത് എപ്പോഴേലും കഴിക്കും. അത് എനിക്കിഷ്ടമുള്ളൊരു കാര്യമായതുകൊണ്ട് ഞാൻ കഴിക്കും. പിന്നെ എന്ന് വെച്ചാൽ ഫ്രൈഡ് ഐറ്റംസും ഞാൻ മാക്സിമം കുറച്ചു. ഇനിയിപ്പോൾ എനിക്ക് അങ്ങനെ ഫ്രൈഡ് ചെയ്ത് കഴിക്കണം തോന്നുകയാണെങ്കിൽ തന്നെ ഞാൻ ഒലിവ് ഓയിലിൽ ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക ചെയ്യാറ്. അതും അധികം ഓയിലൊന്നും യൂസ് ചെയ്യാണ്ട് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കും. അങ്ങനെയാണ് ഞാൻ പൊതുവെ ചെയ്യാറ്. ഇപ്പോൾ ഇതേപോലെ ഇപ്പോൾ എടുത്ത് എനിക്ക് 2-3 പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. അപ്പോഴൊക്കെ എനിക്ക് ബിരിയാണി കഴിക്കേണ്ട ഒരവസ്ഥ വന്ന് ഞാൻ കഴിക്കുകയും ചെയ്തിരുന്നു. അതൊരു ക്വാണ്ടിറ്റി, ഒരു മിനിമം ക്വാണ്ടിറ്റിയിലാണ് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അത് ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്, എൻ്റെ ഡയറ്റിൽ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇഷ്ടമുള്ളതൊക്കെ കഴിച്ചിട്ട് പതുക്കെ മെലിയുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. ഒറ്റയടിക്ക് ഞാൻ ഇത്ര വെയിറ്റ് കുറയ്ക്കണം അങ്ങനെ ഒരു എയിം എനിക്കില്ല. എനിക്ക് പതുക്കെ കുറച്ചാൽ മതി. എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ കഴിച്ച് ഇടയ്ക്കൊക്കെ ഒരു ചീറ്റ് മീലൊക്കെ എടുത്തിട്ട് അങ്ങനെ വെയിറ്റ് കുറയ്ക്കാനാണ് എനിക്ക് താല്പര്യം. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ വെച്ചാൽ എനിക്ക് എൻ്റെ എത്ര വെയിറ്റ് കുറഞ്ഞു എന്ന് പലരും ചോദിച്ചിട്ടുണ്ട്. ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എൻ്റെ വെയിറ്റ് വന്നിട്ട് 95 kg ആയിരുന്നു. ഇപ്പം ഞാൻ 92 kgയിലാണ് ഉള്ളത്. ഓക്കെ, എനിക്ക് സത്യം പറഞ്ഞാൽ ഒരാഴ്ചൻ്റെ ഉള്ളിൽ തന്നെ 2 കിലോൻ്റെ അടുത്ത് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഫസ്റ്റ് ഞാൻ തുടങ്ങിയ ടൈമിൽ എനിക്ക് 2 കിലോൻ്റെ അടുത്ത് ഒരാഴ്ച കുറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്കിപ്പോൾ അടുത്തടുത്തായിട്ട് സത്യം പറഞ്ഞാൽ ഒരു 93 ആവും, 92 ആവും, 93, 92 അല്ലെങ്കിൽ 91, 92 അങ്ങനെ ആവും. കാരണം ഞാൻ ഇതിൻ്റെ ഇടയിൽ അത്യാവശ്യം നല്ലപോലെ ഇന്നലെ എനിക്കിഷ്ട ക്രേവിങ്സ് വന്നപ്പോൾ ഇൻറ്റോമി അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ക്രേവിങ്സ് ഒക്കെ ഞാൻ മാക്സിമം എൻ്റെ ഉള്ളിൽ ഒതുക്കും. എനിക്ക് എന്തെങ്കിലും അങ്ങനെ പ്രഷറൈസ് ചെയ്തിട്ട് ഡയറ്റ് എടുക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. ഞാൻ മാക്സിമം എന്നെ തന്നെ പറഞ്ഞ് ഇതാക്കുകയാണ്. ഓക്കെ, അനീസ യു ക്യാൻ ഡു ഇറ്റ്, പക്ഷെ കഴിച്ചിട്ട് ചെയ്തോ, അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു നേരം എന്തെങ്കിലും ഒരു ഹെവിയായി കഴിച്ചാൽ അടുത്ത നേരം ഞാൻ ലൈറ്റ് ആക്കും. അങ്ങനെയാണ് പതിവ്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഡയറ്റ് വേർഷൻ വേണമെങ്കിൽ പറയാം. ഇത് ചിലപ്പോൾ എല്ലാവർക്കും ഒന്നും പറ്റുമോ ഇല്ലെന്നൊന്നും എനിക്കല്ല. പക്ഷേ ഞാനൊരു കാര്യം ഞാൻ പറയാം, എനിക്ക് തടി കുറയ്ക്കാൻ പറ്റൂല അല്ലെങ്കിൽ എൻ്റെ തടി കുറയൂല എന്ന് വിശ്വസിച്ചിരുന്ന ഒരാളാണ് ഞാൻ. അതിൽ നിന്ന് ഞാൻ ഈ ഒരു 3-4 കിലോ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെൻ്റെ എഫേർട്ട് കൊണ്ട് മാത്രമാണ്, വേറെ ആരുതുമല്ല. ആദ്യം ഞാനൊരു കാര്യം പറയാം, വേറെ ആർക്കും വേണ്ടിയിട്ട് വെയിറ്റ് കുറയ്ക്കാൻ നിൽക്കണ്ട, കാര്യമില്ല. അവരൊക്കെ പറഞ്ഞ് അവരവരെ പാട്ടിന് പോകും. നമ്മൾ ചിലപ്പോൾ ഹോണ്ട ചെയ്യുന്ന പോലെയൊക്കെ തോന്നും. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, ആർക്കും വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് കുറയ്ക്കണ്ട. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ, യു ഫീൽ ലൈക്ക് ഓക്കെ ഞാൻ വെയിറ്റ് കുറച്ചാൽ നല്ലതായിരിക്കും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറയ്ക്കുക. അല്ലാണ്ട് വേറെ ആർക്കും വേണ്ടി നിങ്ങൾ വെയിറ്റ് കുറയ്ക്കരുത്. നമ്മൾ വെയിറ്റ് കുറച്ചാൽ അവരെന്താ പറയുക, അയ്യോ നീ ഇങ്ങനെ മെലിഞ്ഞു പോയല്ലോ, എന്തിനാ നീ മെലിഞ്ഞ്, നീ തടിച്ചിട്ടേ രസം പറയും. ഇനിയിപ്പോൾ തടിച്ചാൽ പറയുമോ എന്ത് തടിയായത്, ഇന്ന് തടി കുറച്ചുകൂടെ എന്നും പറയും. ഈ നാട്ടുകാരും ബാക്കിയുള്ളവരൊക്കെ അങ്ങനെയാണ്, സ്വാഭാവികമാണ്. ഇതൊക്കെ അവരുടെ ഒരു നേച്ചറാണ്. ഇന്ന് ചിലപ്പോൾ തടി കുറഞ്ഞത് പറയും, നാളെ ചിലപ്പോൾ തടി കൂടുതലാന്ന് പറയും, ചിലപ്പോൾ ഇന്ന് കറുത്തിട്ടാന്ന് പറയും, നാളെ വെളുത്തിട്ടാന്ന് പറയും. അതിൻ്റെ ആൾക്കാരാണ് നമ്മളെ നാട്ടുകാർ. സോ നാട്ടുകാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കേൾക്കാൻ നിൽക്കണ്ട. നിങ്ങൾക്ക് ഫീൽ ചെയ്യാണ് ഓക്കെ ഞാൻ തടി കുറച്ച് നന്നായിരിക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യാം. വേറെ ആർക്കും വേണ്ടി നിങ്ങളെ ബോഡിയോ വേറെ ഒന്നും സാക്രിഫൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു ലൈഫേ ഉള്ളൂ. ഇഷ്ടമുള്ളത് കഴിച്ച് ഇഷ്ടമുള്ള പോലെ ജീവിച്ചു കളി. ആരും ഒന്നും ചോദിക്കാൻ വരില്ല. ചോദിക്കുന്നതോട് പണിയൊക്കെ പറയും, അത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തു, ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കുറച്ച് അലർജി ഇഷ്യൂസ് ഉണ്ട്. എനിക്ക് സ്റ്റെപ്പ് കയറുമ്പോഴൊക്കെ ആണെങ്കിലും ഭയങ്കര കിതപ്പ് കൂടുതലാണ്. അപ്പോൾ എനിക്ക് അതിനൊക്കെ ഒരു റിഡക്ഷൻ, എനിക്ക് അതൊക്കെ ഒന്ന് കുറയേണ്ടിയിട്ടാണ് ഞാൻ സത്യം പറഞ്ഞ വെയിറ്റ് കുറയ്ക്കുന്നത്. ഒരിക്കലും ഞാൻ എന്നെ പ്രഷർ ചെയ്ത് കുറയ്ക്കുന്ന ഒരു വെയിറ്റ് ലോസ് ജേണി അല്ല ഇത്. അതിൽ എന്തൊക്കെ പറഞ്ഞാലും ആരെന്ത് പറഞ്ഞാലും എനിക്കതൊരു വലിയ പ്രശ്നമല്ല. ബിക്കോസ് ഞാനത് എന്നെ തന്നെ പ്രഷറൈസ് ചെയ്ത് കുറയ്ക്കുന്നൊരു വെയിറ്റ് അല്ല. അതുകൊണ്ട് എനിക്കതൊരു കുഴപ്പമില്ല. ഞാൻ എൻജോയ് ചെയ്തിട്ട് വെയിറ്റ് കുറയ്ക്കുകയാണ്. അതെനിക്ക് പറ്റുമെന്ന് ഞാൻ വിചാരിച്ചതല്ല, പക്ഷെ എനിക്ക് പറ്റുമെങ്കിൽ എന്തായാലും നിങ്ങൾക്കും പറ്റും. നിങ്ങൾ അങ്ങനെ ഒരു
വെയിറ്റ് ലോസ് നോക്കുന്ന ആളാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്കും പറ്റും. കാരണം എനിക്ക് പറ്റൂല എന്ന് വിചാരിച്ച കാര്യം നടത്തിയെടുക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്കും പറ്റും. ഞാൻ എൻ്റെ ഒരു ഗോളിലേക്ക് എത്തിയിട്ടില്ല. ഞാൻ എന്തായാലും ടൈം എടുത്തിട്ടാണ് എൻ്റെ വെയിറ്റ് ലോസ് കഴിക്കുക. അപ്പം ഞാൻ എന്തൊക്കെയാണ് ഒരു ദിവസം കഴിച്ചത് എന്നുള്ളത് ഞാൻ എൻ്റെ യൂട്യൂബിലാവട്ടെ എൻ്റെ ഇൻസ്റ്റയിലാവട്ടെ എല്ലാം ഓരോ സമയത്തായി ഞാൻ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്, ഇനിയും ചെയ്യും. അപ്പോൾ എൻ്റെ കൂടെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത് അത് നിങ്ങൾക്കും ചെയ്യാം. പക്ഷേ ഇതിൻ്റെ ഇടയിൽ ഒരു അൺഹെൽത്തി സംഭവം വരും കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ റീപ്ലേസ് ചെയ്താൽ മതി. ഏതൊക്കെ നമുക്ക് തിന്നാൻ തോന്നുമ്പോൾ തിന്നണ്ടേ, ഇതൊക്കെ എപ്പോഴാണ് പിന്നെ. യെസ്, അപ്പം അത്രേ ഉള്ളൂ. ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് നിങ്ങളാരും മറക്കണ്ട. ഈ വെയിറ്റ് ലോസ് ജേർണി എന്ന് പറയുന്നത് ഇസ് നോട്ട് സംതിങ് ടു ബി പ്രഷർഡ്. നമ്മൾ പ്രഷർ ചെയ്ത് ചെയ്യേണ്ട ഒരു കാര്യമില്ല. നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം ചെയ്യാം. ആൻഡ് ഇതൊരു ഈസിയസ്റ്റ് വേ ഓഫ് വെയിറ്റ് ലോസ് ജേർണി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വർക്കൗട്ട് കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. ഭയങ്കര മടിയാണ് എനിക്ക് വർക്കൗട്ട് ചെയ്യാൻ. ടു ബി ഫ്രാങ്ക്, ചിലപ്പോൾ ഞാനൊരു 10 റൗണ്ട് എൻ്റെ മുറ്റത്ത് കൂടെ ഞാൻ നടന്നിട്ട് മടുത്ത് എന്നുള്ളൊരു ഫീല് വരലുണ്ട്. അതുകൊണ്ട് ഞാൻ നിർത്തലുണ്ട്. അപ്പം ഞാൻ വർക്കൗട്ട് കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അല്ലാണ്ടാണ് ഞാൻ എൻ്റെ ഒരു വെയിറ്റ് ഇങ്ങനെ കുറച്ച് വരുന്നത്. ഓക്കെ, പിന്നെ എൻ്റെയൊക്കെ ബോഡി എന്ന് വെച്ചാൽ പെട്ടെന്നൊന്നും വെയിറ്റ് കുറഞ്ഞാൽ അറിയില്ല. എൻ്റെയൊക്കെ മേത്തുള്ള നീരൊക്കെ ആദ്യം പോയിട്ട് വേണം വെയിറ്റ് കുറയണമെങ്കിൽ, മസിലൊക്കെ കുറയണമെങ്കിൽ. അപ്പോൾ പെട്ടെന്ന് എന്നെ കാണുന്ന പലരും പറയുന്നത് മുഖം കുറച്ച് മെലിഞ്ഞിട്ടുണ്ടല്ലോ, അങ്ങനെയാണ് പെട്ടെന്ന് എന്നെ മനസ്സിലാക്കിയെടുക്കാറ്. കാരണം എൻ്റെ ബോഡി ഒന്ന് മെലിഞ്ഞ് വരണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും. അതെനിക്ക് തന്നെ അറിയാം. അപ്പം മുഖം ഒന്ന് സ്ലിം ആയപ്പോൾ എല്ലാവരും ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ, കുറച്ച് മുഖമൊക്കെ മെലിഞ്ഞിട്ടുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷമാണ്. പിന്നെ ചിലരൊക്കെ പറയലുണ്ട്, ചില ഡ്രസ്സൊക്കെ ഇടുമ്പോൾ എല്ലാവരും പറയും, കുറച്ച് പേരൊക്കെ പറയലുണ്ട് ഓക്കെ കുറച്ച് മെലിഞ്ഞ പോലെ ഫീൽ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയും. അപ്പം അതൊക്കെ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ സന്തോഷമാണ്. യെസ്, അപ്പം അത്രേ ഉള്ളൂ. ഞാൻ ഈ വീഡിയോ അധികം വലിച്ചു നീട്ടുന്നില്ല. അപ്പം നിങ്ങൾ ഇതേപോലെ വെയിറ്റ് ലോസിനൊക്കെ ശ്രമിക്കുന്നവരാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എൻ്റെ ഒരു ഇത് ഫോളോ ചെയ്യാനൊന്നും ഞാൻ പറയില്ല, പക്ഷെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. കാരണം ഞാനൊരു ഡയറ്റീഷ്യനൊന്നുമല്ല, അപ്പോൾ എനിക്ക് അതിനെപ്പറ്റി ക്ലിയർ ആയിട്ട് അറിയില്ല. പക്ഷെ നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. ആൻഡ് മെയിൻ തിങ് ഈസ് ദാറ്റ് ഞാൻ മാക്സിമം എല്ലാവരും പറയും ഒരു 3 liters ഓഫ് വാട്ടർ എങ്കിലും കുടിക്കണം എന്നുള്ളത്. പക്ഷേ എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ ഞാൻ പറയട്ടെ, 3 liters ഓഫ് വാട്ടർ ഒരു ദിവസം കുടിക്കുക എന്ന് പറയുന്നത് അത്ര പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാനൊരു 1 liter വെള്ളം കുടിക്കുമ്പോൾ തന്നെ ഒരുപാട് പ്രാവശ്യം ഞാനിങ്ങനെ വാഷ്റൂമിലേക്ക് പോയി. അറിയാം, നമ്മൾ വെള്ളം കുടിക്കുന്നതിനനുസരിച്ച് നമുക്ക് വാഷ്റൂം പോകേണ്ട ആവശ്യം വരും. പക്ഷേ ആ ഒരു ഞാൻ ചിലപ്പോൾ ആ ഒരു 1 liter ഞാൻ കുടിച്ചാൽ തന്നെ ആ 1 literന് വേണ്ടി ഞാൻ ചിലപ്പോൾ നൈറ്റ് വരെ പോകും. കാരണം അത്രയും ഒരു ഇൻറ്റൻസിറ്റിയാണ് നമ്മളെ ബോഡിക്കുള്ളത്. അപ്പം എനിക്ക് തോന്നുന്നില്ല, ആ ഒരു സംഭവത്തോട് ഞാൻ അധികം യോജിക്കുന്നില്ല. ഞാനൊരു 2 literൻ്റെ അടുത്ത് വെള്ളം ഞാൻ കുടിക്കലുണ്ട്. 2 liter ബോട്ടിലാണ് എൻ്റെ അടുത്തുള്ളത്. 2 literൻ്റെ അടുത്ത് ഞാൻ കുടിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം വെള്ളം കുടിക്കുക. വെള്ളം കുടിക്കലാണ് നമ്മുടെ മെയിൻ കാര്യം. വെള്ളം കുടിച്ചാൽ നമ്മുടെ വിശപ്പ് കുറേ മാറുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ വെള്ളം കുടിക്കാനുള്ളവരൊക്കെ വെള്ളം മാക്സിമം കുടിക്കാൻ പറ്റുന്നവർ കുടിച്ചോളൂ. പക്ഷെ പറ്റാത്തവരൊക്കെയാണ് ഞാനിങ്ങനെ ഒരു സംഭവം പറഞ്ഞു കേട്ടോ. യെസ്, അപ്പം അത്രേ ഉള്ളൂ. ഇനി വേറെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഞാൻ വരാം. എൻ്റെ വെയിറ്റ് ലോസ് ജേർണി കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ എന്തായാലും ഡെഫിനറ്റ്ലി വരുന്നതാണ്. 1 month ആയിക്കഴിഞ്ഞാൽ എന്താണ് എൻ്റെ 1 month ആയിട്ടുള്ള റിസൾട്ട്സും കാര്യങ്ങളൊന്നും എൻ്റെ ഫുഡൊന്നും ഡയറ്റും കാര്യങ്ങളെല്ലാം ആയിട്ട് ഞാൻ വരുന്നതാണ്. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. ബൈ.